Hello, welcome to all. Today we are going to discuss the poem A Far Cry from Africa written by Derek Walcott. His full name is Derek Alton Walcott, who won the Nobel Prize for Literature in 1992, was a West Indian poet and playwright, and he was considered as a father of Caribbean literature. ഡെറക് വാൽക്കോട്ടിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഡെറക് ആൽട്ടോൺ വാൽക്കട്ട് ആണ്. അദ്ദേഹം 1992 നോബൽ പ്രൈസൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു വെസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. അതുകൂടാതെ കരീബിയൻ ലിറ്ററേച്ചറിൻ്റെ ഫാദറായിട്ടും അറിയപ്പെടുന്നത് ഡെറക് വാൽക്കോട്ടിനെയാണ്. ഈ ഒരു പോയം എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റിയാണ്. കാരണം നമ്മുടെ പോയറ്റ് ഉണ്ടല്ലോ ആഫ്രിക്കയായിട്ടും ഇംഗ്ലണ്ടായിട്ടും ഒരു കണക്റ്റഡാണ്, ഒരു ബ്ലഡ് റിലേഷനുള്ള വ്യക്തിയാണ്. ഈ ഒരു പോയം എഴുതുന്നത് മൗ അപ്രൈസിങ്ങിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ്. അതൊരു മൗ എന്ന് പറയുന്നത് ഒരു കലാപമാണ്. ആരും തമ്മിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ആർമി തമ്മിലും നാറ്റീവ് കെന്യാൻസ് തമ്മിലുമുള്ളൊരു കലാപം. അതായത് കെന്യാൻസ് എന്ന നാറ്റീവ് ട്രൈബ്സ് ആർക്കെതിരെ പോരാടുന്നു? ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിക്കെതിരെ പോരാടുന്നു. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വയലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള രീതിയിൽ പോരാടുന്നൊരു കലാപമായിരുന്നു മൗ അപ്രൈസിങ്. ഇതെന്നുള്ളത് ഒരു 1952 തുടങ്ങി 1960 വരെ നീണ്ടു നിന്നൊരു കലാപമാണ്. ഏകദേശം മിഡ് 20th സെഞ്ച്വറിയിലായിരുന്നു ഈ ഒരു കലാപം. ഈ ഒരു സമയത്ത് നമ്മുടെ ഡെറക് വാൽക്കോട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ബ്രിട്ടീഷിനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അതോ നാറ്റീവായിട്ടുള്ള കെന്യാൻസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നമ്മുടെ ഡെറക് വാൽക്കോട്ടിന് ആരെയാണ് പിന്താങ്ങേണ്ടത്, ആരെയാണ് തള്ളിക്കളയേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇവിടെ കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരു ഹൊറിബിൾ നാച്ചർ ഓഫ് അപ്രൈസിങ് ആണ്. അതുകൂടാതെ ദ കൗണ്ടർ റിറ്റാലിയേഷൻ, അതായത് പകരത്തിന് പകരം കൊടുക്കുക അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വയലൻസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോത്ത് ഓഫ് ദം ആരെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ആരെ ഞാൻ പിന്തള്ളി കളയണം എന്ന് നമ്മുടെ ഡെറക് വാൽക്കോട്ടിന് അറിയില്ലായിരുന്നു. പിന്നെ ഇത് കൂടാതെ ഈ ഒരു പോയമിൽ ഡിസ്കസ് ചെയ്യുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ലൈക്ക് ആങ്സൈറ്റി, ഐസൊലേഷൻ, ക്രുവാലിറ്റി, വയലൻസ്, റിലീജിയൻ ആൻഡ് ലവ് എന്നുള്ളതൊക്കെ ഈ ഒരു പോയമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദ മേജർ തീം that Derek Walcott discusses in A Far Cry from Africa is split identity, as evidenced by the ambivalence of the speaker who has connections to both Africa and England. Written in the backdrop of the Mau uprising, in which the native Kenyans fought against the British colonial army in the mid-20th century. The poem captures a confused mind as both the British and Kenyans resort to violence in struggle. The inability of the speaker to side with any side during the conflict is because of the horrible nature of uprising and the counter retaliation. Okay. And associated with the main theme are topics like anxiety, ഐസൊലേഷൻ, ക്രുവാലിറ്റി, വയലൻസ്, റിലീജിയൻ. അതായത് നമ്മുടെ പോയമിൻ്റെ ടൈറ്റിൽ ഒന്ന് നോക്കിക്കേ, എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. ഇതിന് നമുക്ക് 3 പോയിന്റ്സ് ആക്കിയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എ ഫാർ ക്രൈ എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്, വിച്ച് മീൻസ് ദാറ്റ് എ ഡിഫറെൻറ്റ് തിങ് ഓർ അൻ ഇമ്പോസിബിൾ തിങ്, അതായത് സാധ്യമല്ലാത്ത ഒന്ന് എന്ന് മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് എ ഫാർ ക്രൈ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഹിയർ നമ്മുടെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എത്രയോ ഡിസ്റ്റൻസിൽ നിന്നിരുന്നിട്ട് നമ്മുടെ ആഫ്രിക്കയെ കുറിച്ചിട്ട് എഴുതുന്നതാണ് എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. രണ്ടാമതായിട്ട് പറയുന്നത് ദ ബ്ലാക്ക് പീപ്പിൾ ഫ്രം ആഫ്രിക്ക ദേ ക്രൈ ബിക്കോസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഓപ്രഷൻ. അങ്ങനെ മീനിങ്ങിൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടൈറ്റിലിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാം കേട്ടോ. എ ഫാർ ക്രൈ ഈസ് ആൻ ഇഡിയം. It means a different thing or important thing, but the poet seems to use this in the sense that he writing about an African subject from a distance, and also the black people from Africa, they cry because of discrimination and oppression. Okay, and ഈ പോയമിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗ അപ്രൈസിങ്. ആ കലാപത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ടെറിബിളായിട്ടുള്ള ഹാപ്പനിങ് ആണ് ഈ പോയം നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്കറിയാം 1950s യൂറോപ്യൻ സെറ്റിലേഴ്സും
കിക്യു ട്രൈബ്സും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. എന്തുകൊണ്ടാണ്? പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? യൂറോപ്യൻ തന്നെയാണ്. കാരണം ഏർലി 20th സെഞ്ച്വറിയിൽ വൈറ്റ് സെറ്റിലേഴ്സ് ഈ ഒരു റീജിയനോട്ട് വരികയും അവിടെ കിക്യു പീപ്പിളിന്, അതായത് അവിടുത്തെ നാറ്റീവ് ട്രൈബ്സിന് അവിടെ നിന്നും അവരുടെ ലാൻഡിൽ നിന്നും ട്രൈബൽ ലാൻഡ്സിൽ നിന്നും അവരെ ഫോഴ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. അതുകൂടാതെ അവിടുത്തെ ഫാം ലാൻഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളൊക്കെ ഏറ്റെടുക്കുകയാണ്. യൂറോപ്യൻസ് വളരെ ഫോഴ്സ് ചെയ്തിട്ട് വയലൻസിൻ്റെ രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മുടെ കിക്യു ട്രൈബ് തങ്ങൾക്ക് പറ്റില്ല, തങ്ങളുടെ ലാൻഡ് തങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ള രീതിയിൽ അവർക്കെതിരെ പോരാടുകയാണ്. അതിനു വേണ്ടിയിട്ട് കിക്യു പീപ്പിൾ ചെയ്തത് ഒരു മാവോ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവർ രൂപം കൊണ്ടു. എന്തിനു വേണ്ടിയിട്ട്? യൂറോപ്യൻസിന് അവിടെ നിന്ന് അങ്ങോട്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഒരു ബ്രൂട്ടൽ കില്ലിങ്സ് ആണ്. ഈവൻ വിമൻ, ചിൽഡ്രൻ, അങ്ങനെ ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ക്ലാഷ് ഓഫ് കൾച്ചർ ഞാൻ പറഞ്ഞു തരാട്ടോ. നിങ്ങൾ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്തോളൂ. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പോയം ഗിവ്സ് ദ ടെറിബിൾ ഹാപ്പനിങ് ഓഫ് ദ മാവോ അപ്രൈസിംഗ്. It was an extended and bloody settle during the 1950s between European settlers and the native Kikuyu tribe of Kenya. In the early 20th century, the first white settlers arrived in the region, forcing the Kikuyu people off their tribal lands. Europeans took control of farmland and the government. One faction of Kikuyu people formed Mao terrorist organization, intent on purging all European influence from the country. We see the brutal killings of even white women and children by the Kikuyu and the tribal റിറ്റാലിറ്ററി ആക്ട്സ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ഇതൊക്കെ നോക്കിക്കാണും, അതായത് ട്രൈബൽ പീപ്പിൾ നമ്മുടെ വൈറ്റ് കളറിലുള്ള എല്ലാ സ്ത്രീകളെയും ഇതിന് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വരെ വെട്ടി നുറുക്കി കൊല്ലാണ്. പക്ഷേ ഇതൊന്നും കണ്ടു നിന്നിട്ട് വെറുതെ ആരും നിന്നിട്ടില്ല, ബ്രിട്ടീഷ് പീപ്പിൾ നിന്നിട്ടില്ല. അവർക്ക് അതിന് പകരമായിട്ട് ഏകദേശം 50,000 ആളുകൾ അവരും കൊന്നെടുക്കിയിട്ടുണ്ട്. അതായത് വയലൻസിന് നേരെ തിരിച്ച് വയലൻസ്, അതായത് ഹൊറിബിൾ നാച്ചർ അല്ലെങ്കിൽ കൗണ്ടർ റിറ്റാലിയേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റത്തെ 10 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് എ വിൻഡ് ഈസ് റഫ്ലിംഗ് ദ ടോണി പെൽറ്റ് ഓഫ് ആഫ്രിക്ക. അതായത് ആഫ്രിക്കയിലൂടെ ഒരു കാറ്റിങ്ങനെ വീശുന്നു. കിക്കിയു ആഫ്രിക്കൻ ട്രൈബ്സാണ് നമുക്കറിയാം. ഹിയർ പോയിട്ട് അവരെ കമ്പയർ ചെയ്യുന്നത് ഫ്ലൈസ് ആയിട്ടാണ്, ഈച്ചകളുമായിട്ടാണ്. എങ്ങനെയുള്ള ഈച്ചകൾ? ചോര കുടിക്കുന്ന ഈച്ചകളുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ബാറ്റൺ അപ്പോൺ ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ വെൽറ്റ്. ബാറ്റൺ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ്മെൻറ്റ്. എന്തിൻ്റെ ഫാസ്റ്റ് മൂവ്മെൻറ്റ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലാപമാണല്ലേ. ഒരുപാട് കുട്ടികളെയും സ്ത്രീകളെയും വയസ്സുമാരെയും കൊന്നെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റാണ് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടി എന്താണ് നമുക്ക് ഇപ്പോൾ നല്ല കാറ്റ് വീശിയിരുന്ന ആഫ്രിക്കയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലഡ് സ്ട്രീംസ് ആണ്. ചോര ഒഴുകുന്ന പുഴയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു മാവോ അപ്രൈസിങ് കാരണമായിട്ട്. Corpses are scattered through a paradise. ഹിയർ നമ്മുടെ പോയിറ്റ് ആഫ്രിക്ക എന്ന രാജ്യത്തിനെ കമ്പയർ ചെയ്യുന്നത് പാരഡൈസുമായിട്ടാണ്. അതൊരു സ്വർഗമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുക എന്താണ്? കോപ്സ്, ശവശരീരങ്ങളാണ്. ഓക്കെ, അടുത്ത ലൈനുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വോമിനെയാണ് അല്ലേ, അതായത് പുഴുവിനാണ്. ഒരു പുഴു അതിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മറ്റൊരു പുഴുവിനോട് പറയുകയാണ്, വേഴ്സ്റ്റ് നോ കമ്പാഷൻ ഓൺ ദിസ് സെപ്പറേറ്റ് ഡെഡ്. മരിച്ചു കിടക്കുന്ന ശവങ്ങളോട് നമുക്ക് എന്ത് കാണിക്കേണ്ട ആവശ്യമില്ല? കമ്പാഷൻ അല്ലെങ്കിൽ കൈൻഡ്നസ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അടുത്ത 4 ലൈൻസുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 മൃഗീയമായിട്ടുള്ള കാഴ്ചകളാണ്. ഒന്നാമത്തത് ആയിരക്കണക്കിന് ജൂതമതക്കാരെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ച. രണ്ടാമതായിട്ട് ഒരു വെളുത്ത കുട്ടിയും ഉറക്കത്തിൽ നിന്ന് വെട്ടി നുറുക്കിയിരിക്കുന്ന കാഴ്ചയുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? മാവോ അപ്രൈസിങ്. കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അടുത്ത 11 to 21 ലൈൻസുകളായിട്ട് പറയുന്നത് ഇവിടെ ഫാമിംഗ് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവരുടെ ഒരു ഓൾഡ് ഹണ്ടിങ് കസ്റ്റമിനെ കുറിച്ചിട്ടാണ്. അതായത് നാറ്റീവ്സ് വരിക്കായിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് ആദ്യം ലോങ് ഗ്രാസിനെ ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പ്രേ അല്ലെങ്കിൽ ഇരകളെ അവർ പിടിക്കും. ഇതായിരുന്നു. ഇനിയിപ്പോൾ ഒരു നാച്ചുറൽ ലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്യമായ മൃഗങ്ങളെ നമ്മൾ വയലൻസോട് കൂടിയിട്ട് അവരെ നമ്മൾ പിടികൂടിയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഫോർ ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ നാച്ചുറൽ ലോ
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ എന്തായിട്ട് മാറി, നമ്മളിങ്ങനെ ഈ വേട്ടയാടാനുള്ള നമ്മുടെ മനുഷ്യരുടെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചു. പക്ഷേ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരെ അല്ലെങ്കിൽ വെള്ളക്കാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളക്കാരെ തിരിച്ചും എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡിന് വേണ്ടിയിട്ടാണോ? അല്ല. പ്രൂവ് സുപ്പീരിയോറിറ്റി ഓവർ, അതായത് മറ്റുള്ളവർക്ക് മേൽ ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ് പരസ്പരം വയലൻസ് ഉപയോഗിക്കുന്നത്, വേട്ടയാടുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ ഞങ്ങൾ എന്താണ് ഡിവൈനിറ്റി, ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു. ഞാനിനി ഇതിൽ 2 ലൈൻസ് വായിക്കാം, ശ്രദ്ധിക്കണേ. Delirious as this worries beast, his was danced to the titan carcass of a drum. തുടർന്നുള്ള ലൈൻസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഐറണി നമ്മുടെ സ്പീക്കർ യൂസ് ചെയ്തിട്ടാണ്. അതായത് വാർ, പരസ്പരം മനുഷ്യന്മാർ തമ്മിലുള്ള വാറിൻ്റെ ഒരു ഐറണിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർ ഡ്രമ്മിൽ അടിച്ചിട്ട് അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഈ ഡ്രം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മൃഗത്തിൻ്റെ തൊലി ഒരു സിലിണ്ടറിൽ വലിച്ചു കെട്ടിയിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത്. ആ ഡ്രമ്മിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിലുള്ള മൃഗം ഉണരുന്നു എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഈ ലൈൻസിന് നമുക്ക് എന്തായിട്ട് പറയാം? ദി ഹ്യൂമൻ ബീയിങ്സ് ആർ ഡാൻസിങ് വിത്ത് ദ വാർ. While he calls courage, still that native dread എന്ന് പറഞ്ഞ പേടി എന്താണ്? ആഫ്രിക്കൻസ് പറയും ഞങ്ങൾ എന്താണ് കൊറേജസ് ആണ് എന്നുള്ളത്. പക്ഷേ അവർക്ക് ഇപ്പോഴും വൈറ്റ് പീപ്പിളിനെ പേടിയാണ് എന്നുള്ളതാണ് ഈ ഒരു ലൈൻ. ആൻഡ് ഫൈനലി 21th ലൈൻ എന്ന് പറയുന്നത് ഓഫ് ദ വൈറ്റ് പീസ് കോൺട്രാക്റ്റഡ് ബൈ ദ ഡെഡ്. ഹിയർ നമ്മുടെ വാൾക്കോട്ട് വൈറ്റ്സിൻ്റെ ഒരു കാര്യം കാണിച്ചു തരാണ്. ഹിസ്റ്റോറിക്കലി അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് പീസ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കുക എന്നുള്ളതല്ല. പക്ഷെ പകരം അവർക്ക് എന്താണ്? അവർക്ക് എതിരെ നിൽക്കുന്നത് ആരാണോ അവരുടെ ശത്രുക്കൾ അടിച്ചൊതുക്കിയിട്ട് അവർക്കിനി പ്രതിരോധിക്കാൻ പറ്റില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണുമ്പോഴാണ് വൈറ്റ്സിന് ഒരു പീസ് അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുകയാണ്. അടുത്ത സ്റ്റാൻസയിൽ ഇവിടെ നമ്മുടെ പോയിറ്റ് സ്പാനിഷ് സിവിൽ വാറിനെയും മാവോ അപ്രൈസിങ്ങിനെയും തമ്മിലൊരു കമ്പാരിസൺ നടത്തുകയാണ്. ഈ സ്പാനിഷ് സിവിൽ വാർ എന്ന് പറയുന്നത് ഏകദേശം 1936 തുടങ്ങി 1939 വരെ നീണ്ടു നിന്നിട്ടുള്ള ഒരു ബ്ലഡിയസ്റ്റ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ വേൾഡ് വാർ 1 ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ചോരപ്പുഴ ഒഴുകിയ ഒരു യുദ്ധമായിരുന്നു സ്പാനിഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ഓഫ് ഫ്രാൻസ്, ഗ്രാറ്റ് ബ്രിട്ടൻ അവർക്ക് യുദ്ധങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരൊരു നോൺ ഇൻ്റർവെൻഷൻ പാക്റ്റ് ഉണ്ടാക്കുകയും അതിൽ ഏകദേശം 27 നാഷൻസ് ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷേ സ്പെയിനിലെ ഡെമോക്രസി അട്ടിമറിക്കാനായിട്ട് ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും സഹായം തേടുകയാണ്. പക്ഷേ സ്പെയിനിലെ റിപ്പബ്ലിക്കൻസിനെ സഹായിക്കാനായിട്ട് ആരും അന്ന് ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് പൊരുതിയെങ്കിലും അവർ പരാജയപ്പെടുകയാണ്. The poet speaks of the Mao uprising as just another colonial conflict where guerrillas, the Kenyans, ഫൈറ്റ് വിത്ത് സൂപ്പർമാൻ ഇംഗ്ലണ്ട്. നമ്മുടെ പോയിട്ട് പറയുകയാണ് ഇതും ഒരു കൊളോണിയൽ കോൺഫ്ലിക്റ്റ് ആണ്. ആരും തമ്മിൽ കെന്യാൻസിലെ ഗോറില്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പീപ്പിളിനെയാണ്, ട്രൈബൽ പീപ്പിളിനെയാണ്. അവരും സൂപ്പർമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് പീപ്പിളിനെയാണ്. അവർ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിവിലൈസ്ഡ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. അപ്പോൾ അവർ 2 പേരും തമ്മിലുള്ളൊരു കൊളോണിയൽ കോൺഫ്ലിക്റ്റ് ആണ് മാവോ അപ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ലൈൻ നോക്കിക്കേ. ഐ ഹൂ ആം പോയിസൺഡ് വിത്ത് ബ്ലഡ് ഓഫ് ബോത്ത് വേർ ഷാൾ ഐ ടേൺ ഡിവൈഡ് ടു ദ വെയിൻ. എന്താ പറയുന്നത്? നമ്മുടെ പോയിറ്റ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ പോയം തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 2 ഭാഗമായിട്ടും അദ്ദേഹത്തിന് ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്നുള്ളത് അല്ലേ. ഹി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ ഹെറിറ്റേജ്. So he confused because he does not know how to feel about the Mao struggle. And the word of poisoned suggests to the reader that the speaker is not too happy with his situation. അദ്ദേഹം ഹാപ്പി അല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു പോയിറ്റ്സ് ഡിലാമ കണ്ടിന്യൂസ് ആസ് ഹി ക്യാൻ അബാൻഡൻ നെയ്തർ ആഫ്രിക്ക നോർ ബ്രിട്ടൻ.
ഓക്കെ, അതായത് അദ്ദേഹത്തിന് ആഫ്രിക്കക്കാരെയും ബ്രിട്ടീഷുകാരെയും കൈവിടാൻ പറ്റാത്തൊരു ദിലേമ, ഒരു അവസ്ഥയിലോട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.